നമസ്കാരം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഈ പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ എന്ന് പറയും. ഹൈപ്പോടെൻഷൻ അപ്പം എന്താണ്? ഇപ്പം പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ഈ വയസ്സായ ആൾക്കാർ അല്ലെങ്കിൽ ആൾക്കാർ രാത്രി ഉള്ള വീഴ്ച വളരെ കൂടുതലായിട്ട്. അപ്പോൾ എന്തുകൊണ്ട് വീണു എന്ന് അവർക്കും അറിഞ്ഞൂടാ. അപ്പോൾ എങ്ങനെ വീണു, എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞൂടാ. വീണ് കഴിഞ്ഞപ്പോഴാണ് കൈ ഒടിഞ്ഞു അല്ലെങ്കിൽ കാലൊടിഞ്ഞു ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ എങ്ങനെ വീണു എന്നുള്ള ഒരു കാര്യം എപ്പോഴും മിസ്റ്ററിയാണ്. ഇവർക്കും അറിയില്ല എന്തുകൊണ്ടാണ്. അപ്പം പല കാരണങ്ങൾ വരാം, ഷുഗർ ഡൗൺ ആയതാവാം. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു റീസൺ ഈ പോസ്റ്റുറൽ ഹൈപ്പോടെൻഷനാണ്. കാരണം നമ്മൾ ഈ കുറച്ച് പ്രായമാകുമ്പോൾ എപ്പോഴും ഒരു യൂറിനറി കൺട്രോള് പലപ്പോഴും കുറവായിരിക്കും. അപ്പം അവർക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് ഇഷ്ടമില്ല. കാരണം ബാക്കിയുള്ളവർ യൂറിൻ താഴെ വീണാൽ അറിയും, അല്ലെങ്കിൽ അതൊരു വിഷമമൊക്കെ വരും. അപ്പോൾ എന്താ വെച്ചാൽ ഒരു സഡൻ റഷിങ് ടു ദി ടോയ്ലറ്റ്, അത് നൈറ്റ് ടൈമിൽ പ്രത്യേകിച്ച്. കാരണം ഉറങ്ങിയിരിക്കുമ്പോഴത്തേക്കും മൂത്രം മുട്ടുന്നു, ഇനി ഡ്രിപ്പിളിങ് അല്ലെങ്കിൽ ട്രിപ്പ് ചെയ്യൂ, ടപോന്ന് ഓടും ബാത്റൂമിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഈ പെട്ടെന്ന് റെക്കമെൻഡ് പൊസിഷനിൽ, പ്രത്യേകിച്ചും നമ്മൾ ഈ BP-യുടെ മരുന്ന് കഴിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് മെഡിക്കേഷൻസ് കഴിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ. നോർമൽ ആൾക്കാർ വരെ മരുന്ന് കഴിക്കുന്നവരുണ്ട്. അത് പ്രത്യേകിച്ചൊരു വയസ്സായവരാവണമെന്നൊന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ളവർ അല്ലെങ്കിൽ നോർമൽ ആൾക്കാരാണെങ്കിൽ കൂടിയും എപ്പോഴും കിടന്നാൽ ഒന്ന് ഇരിക്കുക. ഇരുന്ന് ഒരു കൗണ്ട് ഓഫ് 5 to 10 seconds അല്ലെങ്കിൽ ഒരു 20 seconds മതി. അത്രയും സമയം, അതായത് ഈ തലച്ചോറിലേക്ക് രക്തം എത്താനുള്ള ആ ഹൈറ്റിൽ വ്യത്യാസം വരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഇത്രയും നമ്മൾ പൊങ്ങുന്നു. അപ്പോൾ ഏകദേശം ഒരു 1 മീറ്ററിൻ്റെ ഡിഫറൻസ് അത്രയും വരുന്നു. അപ്പോൾ ആ സമയത്തേക്ക് തലച്ചോറിലേക്ക് ഉള്ള രക്തവും കൂടെ എത്തണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് BP ഫോൾ വരും. അതാണ് ഈ പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരേ ഒരു വഴി, ഇരിക്കുക. ഇരുന്ന് ഒരു 10 വരെ എണ്ണുക, അല്ലെങ്കിൽ 20 എണ്ണുക, എന്നിട്ട് നിൽക്കുക. നിന്നിട്ടും ഒരു 5-10 വരെ എണ്ണിയിട്ട് പിന്നെ നടക്കുക. ചാടി എണീറ്റ് ഒരിക്കലും ബാത്റൂമിലോട്ട് പോകാനൊന്നും നൈറ്റ് ശ്രമിക്കരുത്. രണ്ടാമത് ഒരു കാര്യം കൊണ്ട് നമുക്ക് ചെയ്യാം. രാത്രി എന്ത് പറ്റും വെച്ചാൽ, ഈ കാലിൽ ഈ ന്യൂറോപ്പതീസും ഡയബറ്റിക് ഇഷ്യൂസും ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു പെരിഫറൽ ഒരു പ്രോപ്രസെപ്ഷൻ, അതായത് കാലിൻ്റെ അടിഭാഗത്ത് സംവേദനശേഷി കുറവായിരിക്കും. അപ്പം കാല് വയ്ക്കുന്നത് കറക്റ്റാണോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് ആയിപ്പോയോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ ഈ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പം നമുക്ക് നൈറ്റ് ടൈമിൽ ഇങ്ങനെയുള്ളൊരു, പ്രത്യേകിച്ചും ഈ നമ്മൾ ആൻറ്റി സ്കിഡ് സോക്സ് ഉണ്ട്. ഈ നമ്മൾ സ്ലിപ്പായി പോകത്തില്ല. ഈ ആൻറ്റി സ്കിഡ് സോക്സിൻ്റെ അടിയിൽ ഇങ്ങനെ ബട്ടൺസ് ഉണ്ട്. അപ്പോൾ അത് ഞാനത് കാണിച്ചു തരാം. അപ്പം ആൻറ്റി സ്കിഡ് സോക്സും കൂടെ നമ്മൾ നൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്ലിപ്പ് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു വലിയ സാധ്യത ഉണ്ട്. അതാണ് ഒരു കാര്യം. രണ്ടാമത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് കൗണ്ട് ചെയ്യുക, ചിരിക്കുക, ഇരുന്നിട്ട് ഒരു കൗണ്ട് ഓഫ് 10, നമ്മളൊരു നോർമൽ ലെവൽ വരുന്നു, നിൽക്കുക, ഒരു കൗണ്ട് ഓഫ് 10, പിന്നെ പതുക്കെ ബാത്റൂമിലേക്ക് പോവുക. റഷ് ചെയ്യരുത് ഒരിക്കലും. നമ്മൾ നെവർ റഷ്, പെട്ടെന്ന് ചാടി എണീക്കുകയും ചെയ്തു. അപ്പോഴും ഈ പ്രശ്നം വരാം. എല്ലാവർക്കും ഇത് വരണമെന്നില്ല, പക്ഷേ അവിടെ ഒരു വില്ലൻ ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മറ്റൊരാൾക്ക് പറഞ്ഞുകൊണ്ട് കൊടുത്താലും പ്രയോജനമായിരിക്കും. താങ്ക് യു.